ഒരു ഭാഗത്ത് അവിടെ സർക്കാരിൻ്റെ ഈ പുനരധിവാസത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകൾ ഉയരുകയാണ്. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത വീട് എവിടെ പോയി? ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഓരോ 10 മിനിറ്റിലും ഒരു വീടുകൾ എന്ന മട്ടിൽ ഈ ലൈഫ് മിഷൻ്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചത്. ആ വീടുകൾ നിർമ്മിച്ചത് തെറ്റായ കാര്യമാണോ? ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നൊരു വലിയ വിഷയമുണ്ടല്ലോ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ വിഷയം. എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ വിഷയം ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകാതെ പോയത്? കാരണം PSCയുടെ നിയമനം തന്നെ നോക്കൂ. സർവ്വകാല റെക്കോർഡ് ഇട്ടില്ലേ PSCയുടെ കാര്യത്തിൽ? PSC മറ്റു സംസ്ഥാനങ്ങളിലെ PSC അപേക്ഷിച്ചും UPSC അപേക്ഷിച്ചുമുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. PSCയുടെ കണക്കിൽ 9.5 വർഷം കൊണ്ട് 3,02,202 അപ്പോയിൻമെൻറ്റുകൾ നടത്തി. 3,02,202 അപ്പോയിൻമെൻറ്റ് 9.5 വർഷം കൊണ്ട് പൂർത്തിയാകുമ്പോൾ 3,20,000 കഴിയും. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വർഷം 31,815, ഒരു മാസം 2,651, ഒരു ദിവസം 87 അപ്പോയിൻമെൻറ്റുകൾ എന്ന മട്ടിലാണ് ഇവിടെ PSC അപ്പോയിൻമെൻറ്റുകൾ നടന്നത് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ. ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഭരണവിരുദ്ധ വികാരമായി വരുന്നത്? പക്ഷേ ഇതിനിടയിലും സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ എന്താ? ഈ ഭരണ നേട്ടങ്ങളെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ അതിനെ വലിയ വിവാദമാക്കി മാറ്റുകയും പല വിഷയങ്ങളും പർവ്വതീകരിച്ച് പ്രചരണവേളയുടെ ഭാഗമായി കൊണ്ടുപോവുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാരഡി ഗാനത്തെ ആശ്രയിക്കേണ്ടി വന്നില്ലേ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്? ഒരു പാരഡി ഗാനത്തെ. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ഭരണ പരാജയത്തെ വകുപ്പുകൾ തിരിച്ച് സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിനുണ്ടോ?